ഹലോ ടി വി എസ് RTR 200 4V. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു മുതലാണ് കേട്ടോ. അപ്പോൾ 200cc നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി ആയിട്ടും ആൻഡ് എല്ലാ ഒരു വണ്ടി പ്രേതന്മാരുടെയും 200 സെഗ്മെന്റിൽ ഒരു ഫേവറേറ്റ് മോട്ടോർ സൈക്കിൾ ലിസ്റ്റിലുള്ള ഒരു മോഡൽ കൂടി ആയിരിക്കും ഈ ഒരു RTR 200 4V. അപ്പോൾ ഈ ഒരു മോഡലിൽ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നത്തെ പോലെ നമുക്ക് ഡിസൈൻ വൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു LED ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്കൊരു DRL സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. TVSന്റെ ലോഗോ അതിൻ്റെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൗളിങ് വന്നിട്ടുണ്ടല്ലോ, ഒരു ഷാർപ്പായിട്ടുള്ള കൗളിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്പോർട്ടി ഡിസൈനിങ് ആണ് ആ ഒരു ഹെഡ്ലൈറ്റ് പോർഷൻ്റെ അവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് മഡ്ഗാർഡിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഡുവൽ ടോൺ മഡ്ഗാർഡാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷും അതുപോലെ ഇവിടെ നമുക്കൊരു ഗ്ലോസി ഫിനിഷും ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു ഗോൾഡൻ ഫോർക്കാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ലുക്ക് ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ എല്ലാ മോട്ടോർ സൈക്കിളിലും ഒരു ഗോൾഡൻ ഫോർക്ക് വരുമ്പോൾ. ഇനി ടാങ്ക് പോസ്റ്റിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ RTR എന്ന് പറഞ്ഞ ഒരു റെഡ് സ്റ്റിക്കറിങ് നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. ഇവിടെ നമുക്ക് TVSന്റെ ഒരു ക്രോം ഡിസൈനിലുള്ളൊരു ലോഗോയും നൽകിയിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ നമുക്ക് ആ റേസ് എഡിഷൻ്റെ രീതിയിലുള്ള റെഡ് കളറും ആൻഡ് ബ്ലാക്ക് സ്റ്റിക്കറും നമുക്ക് ഇവർ നൽകിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് പോർഷനിലായിട്ടാണ് നമുക്ക് ആ ഒരു ഫ്യൂൽ ലിഡൊക്കെ നൽകിയിട്ടുള്ളത്. സൈഡ് പോർഷനിലെല്ലാം നമുക്ക് സെയിം പാനലിംഗ് ആൻഡ് അപ്പാച്ചെ ബാഡ്ജിങ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് 200 4V എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഗ്രാഫിക്സ് വർക്കും നമുക്ക് ഈ ഒരു റയർ പോർഷനിൽ നൽകിയിട്ടില്ല. ആൻഡ് നീറ്റായിട്ട് തന്നെ TVS അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി റയർ പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് LED ടൈലൈറ്റ് ആണ് നമുക്ക് ഈ ഒരു മോഡൽ നൽകിയത്. ആസ് യൂഷ്വൽ നമ്മൾ കണ്ടുവരുന്ന 160ക്ക് 200 സെയിം LED ടൈലൈറ്റ് തന്നെയാണ്, മാറ്റമൊന്നും അവിടെ വന്നിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഡിസൈൻ വൈസ് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു മോഡലുള്ളത്. ആൻഡ് വൺ മോർ തിങ്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അണ്ടർബില്ല് നൽകിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഷാർപ്പ് ആൻഡ് സ്പോട്ടി ലുക്കോടുകൂടിയുള്ള അണ്ടർബില്ലാണ്. നമുക്കറിയാം ആസ് യൂഷ്വൽ കണ്ടുവരുന്നത് തന്നെയാണ്, എടുത്തു പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു റെഡ് സ്റ്റിക്കർ വർക്ക് എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്, ഒരു സ്പോട്ടിനെസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമുക്ക് 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു അണ്ടർബില്ല് നമുക്ക് തട്ടുമോ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഓഫ് റോഡ് കയറ്റുമ്പോഴാണെങ്കിലും ഏത് ടെറൈനിൽ പോയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് യാതൊരുവിധ കൺസേൺസും വേണ്ടി വരില്ല എന്നുള്ളത് ഞാൻ അഷ്വർ ചെയ്യുന്നു. കാരണം ഒരു 7 years ആയിട്ട് RTR 160 4V മോഡൽ യൂസ് ചെയ്യുന്ന ഒരു യൂസറാണ്. സോ ആ ഒരു പോർഷനിൽ തന്നെ ഞാൻ പറയാം, ഐ എം വെരി വെരി സാറ്റിസ്ഫൈഡ്. ഏത് ടെറൈനിലും നിങ്ങൾക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഈ ഒരു മോഡലിൻ്റെ പോർഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ടയറിൻ്റെ പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടിൽ 90/90 ആണ് ടയർ സൈസ് നൽകിയിട്ടുള്ളത്. 17 inch അലോയ് വീൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്കൊരു റെഡ് കളർ അലോയ് വീൽസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത്. റയർ പോർഷനിൽ വരുവാണെങ്കിൽ 140/70 ആണ്, 17 inch അലോയ് വീൽസ് തന്നെയാണ്. റയർ പോർഷനിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ അലോയ് വീൽസ് ആണ് നൽകിയിട്ടുള്ളത്. റയർ പോർഷനിൽ നമുക്ക് റേഡിയൽ ടയേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് റേഡിയൽ അല്ല വന്നിട്ടുള്ളത്. സസ്പെൻഷൻ പോർഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് USB ഫോർക്കാണ് വന്നിട്ടുള്ളത്. 37 mm ഒരു ട്രാവൽ ലെങ്ത് ആണ് ഈ ഒരു സസ്പെൻഷൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടർ കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്ന ഒരു സ്മൂത്തർ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ പോർഷനിലാണെങ്കിൽ യാതൊരുവിധ അടിയൊന്നും കിട്ടുന്നില്ല. അപ്പം നല്ല രീതിയിലുള്ളൊരു കുഴിയിൽ നിങ്ങൾ ചാടിയാൽ പോലും ആ ഒരു സസ്പെൻഷൻ നീറ്റായിട്ട് എടുത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കൺസേൺ നിങ്ങൾക്ക് വേണ്ട. കോർണറിംഗ് സ്റ്റെബിലിറ്റിയും അല്ല റൈഡിംഗ് സ്റ്റെബിലിറ്റി എല്ലാം ഈ ഒരു സസ്പെൻഷൻ പോർഷനിൽ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പ്രീവിയസ് ടെലസ്കോപ്പിക്കിനേക്കാളും ബെറ്റർ ആയിട്ട് രീതിയിൽ തന്നെയാണ് ഈ ഒരു USB ഫോർക്ക് അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു USB ഫോർക്കിൻ്റെ തൊട്ട് താഴെ നമുക്ക് TVS ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചത് TVSൻ്റെ എല്ലാം നൽകിയിട്ടുള്ള കേട്ടോ സസ്പെൻഷൻ. ബ്രാൻഡ് വരുന്നത് നമുക്ക് ഗബ്രിയൽ എന്ന് പറഞ്ഞാണ്, നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഉള്ളിലാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ബ്രാൻഡിങ് ആണ് നമുക്ക് ഈ ഒരു USB ഫോർക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ ഇനി ബ്രേക്കിങ്ങിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 270 mm പെറ്റൽ ഡിസ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് റയർ പോർഷനിൽ നമുക്ക് 240 mm പെറ്റൽ ഡിസ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS എല്ലാം നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ബ്രേക്കിംഗ് ഈസ് ബിഗിനർ ഫ്രണ്ട്ലി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒത്തിരി ഷാർപ്പാണെന്ന് വെച്ചാൽ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അല്ല ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ഒരു ബിഗിനറിന് വണ്ടി ഓടിക്കുമ്പോൾ ഷാർപ്പ് ബ്രേക്കിംഗ് കിട്ടിയാൽ പോലും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു മോഡലിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പോർഷനിൽ ഞാൻ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സും നമുക്കിതിനകത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും എനിക്ക് വളരെയേറെ സാറ്റിസ്ഫൈങ് ആയിട്ടൊരു കാര്യം തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇനി എഞ്ചിൻ്റെ പോർഷനിലോട്ട് നോക്കുവാണെങ്കിൽ 197cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. 4 valve എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടുന്നത് 20.82 PS അതുപോലെ തന്നെ 17.25 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് കേട്ടോ. 5 speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് ഓപ്ഷനെല്ലാം ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. കാരണം
ഇപ്പോൾ ഈവൻ ഹൈവേസിലാണെങ്കിൽ നിങ്ങളൊരു 100 ക്രൂസ് ചെയ്താൽ പോലും യാതൊരു വൈബ്രേഷൻസോ അല്ലെങ്കിൽ ഇഷ്യൂസോ ഒന്നും എനിക്ക് ഈ ഒരു എഞ്ചിൻ്റെ പോർഷനിൽ നിന്ന് തോന്നിയില്ല. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ ആ ഒരു പെർഫോമൻസ് എല്ലാം നമുക്ക് ഈ എഞ്ചിൻ്റെ പോർഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്കിനകത്ത് ഓയിൽ കൂളിംഗ് ആണ് നൽകിയിട്ടുള്ളത്, ലിക്വിഡ് കൂളിംഗ് നമുക്ക് അവൈലബിൾ അല്ല. ബട്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ ഒരു ഓയിൽ കൂളിംഗ് സിസ്റ്റം ഇതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ ഒരു കൂളിംഗ് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഓവർ ഹീറ്റിംഗ് ഒന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ആ ഒരു 200 cc ഒരു നോർമൽ ഹീറ്റിംഗ് ഈ ഒരു മോഡലുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു ഹൈവേ, ഇപ്പം ഞാനൊരു പാലക്കാടൊക്കെ ട്രാവൽ ചെയ്ത നേരത്ത് ആ ഒരു ഹൈവേയിലെ ആ ഒരു ഉച്ച സമയത്തുള്ള ഒരു ടെമ്പറേച്ചറിൽ ഈ ഒരു എഞ്ചിൻ്റെ പൊസിഷനിൽ നിന്ന് കുറച്ച് ഹീറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അറ്റ്മോസ്ഫിയറിലെ ഹീറ്റിംഗ് അത്രത്തോളം കൂടുതലായിരുന്നു. ആ ഒരു ഹീറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓവർ ഹീറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ആ ഒരു ടൈമിലാണ് എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു എഞ്ചിൻ പോർഷനിൽ നിന്ന് ഹീറ്റിംഗ് അടിക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് റൈറ്റ് സൈഡിലെ കാലിൽ കുറച്ച് ഹീറ്റിംഗ് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു റാം എയർ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് കാര്യങ്ങൾ വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള എയർ കൂളിംഗ് കറക്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലഗിൻ്റെ പോർഷനിലാണ്. ഓക്കെ, ഈ പ്ലഗ് പോർഷനിൽ വന്ന് അടിക്കുന്നത് ആ ഒരു പ്ലഗിൻ്റെ പോർഷൻ കൂളിംഗ് ആക്കുവാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു എയർ, ഈ ഹീറ്റ് എയർ ഇവിടെ നിന്ന് വന്നിട്ട് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു പോർഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ കാലിലോട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഹീറ്റിങ് കാര്യങ്ങൾ നിങ്ങളുടെ കാലിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ശരിക്കും പറഞ്ഞത് എഞ്ചിൻ ഹീറ്റിനെ കുറയ്ക്കുവാൻ വേണ്ടിയാണ് ആ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളത്. പക്ഷേ സംടൈംസ് നമുക്ക് അത് കാലിലോട്ട് അടിക്കുമ്പോൾ നമുക്ക് തോന്നും എഞ്ചിൻ ഓവർ ഹീറ്റായിട്ട് നമുക്ക് കാലിലോട്ട് വരുന്നതാണോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങൾ തോന്നും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെയാണ് നമുക്ക് ആ ഒരു ഹീറ്റിംഗ് കാലിലോട്ട് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഓക്കെ, വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 151 kg ആണ്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം കമ്പാരിറ്റീവ്ലി RTO 164 വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. 147 അത് വരുന്നത്. ബട്ട് ഇത് 151. പക്ഷേ ഇച്ചിരി കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, പിന്നെ നമ്മുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 800 mm ആണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് 12 liters ആണ്. നമുക്ക് റെയർ പോർഷനിൽ മോണോഷോക്കാണ് നൽകിയത്. നമുക്ക് പ്രീ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് റെയർ പോർഷനിൽ വരുന്നത്. അത്യാവശ്യം സ്റ്റിഫായിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം അറിയാം സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ സൈഡിലല്ല, കുറച്ച് സ്റ്റിഫായിട്ട് തന്നെയാണ് ആ മോണോഷോക്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ, സീറ്റിൻ്റെ പോർഷനിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ഒരു റൈഡിങ് സീറ്റാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ മീഡിയം കുഷനിങ് ഒക്കെ ഉണ്ട്. ഓവർ കുഷനിങ് അല്ല, എന്നാലും മീഡിയം കുഷനിങ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള കംഫർട്ട് നമുക്ക് സീറ്റിൽ കിട്ടുന്നുണ്ട്. പില്ലിയൻ സീറ്റ് പൊട്ടിക്ക് ഹാർഡറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് ഹാർഡാണ്. ഒരു ലോങ് റൈഡിൽ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും പില്ലിയൻ തോന്നാൻ ചാൻസ് കൂടുതലാണ്. എനിവേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെയായിട്ടാണ് നമുക്ക് ആ ഒരു സീറ്റ് ഓപ്പണിങ്ങിൻ്റെ ഒരു കീ ഹോൾഡിങ് വന്നിട്ടുള്ളത്. സോ അത്രയാണ് നമുക്ക് ആ ഒരു സീറ്റ് പോർഷനിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ജസ്റ്റ് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ റൈഡിങ് സ്റ്റാൻസ് ഇത് ഇങ്ങനെയാണ്. അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരും. ഇപ്പം നോർമലി ഇതാണെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഹാൻഡ്ലിങ് വരുന്നത്. കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫീലാണ് തരുന്നത്. പിന്നെ കുറച്ചുകൂടി ബാക്കോട്ട് ഇറങ്ങിക്കുവാണെങ്കിൽ കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ടാങ്ക് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ടാങ്കിൻ്റെ ആ ഒരു ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത്. സോ അത് അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. E20 പെട്രോളാന്നൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം അനുഭവിക്കുക, അതല്ലാണ്ടൊന്നും ചെയ്യാനില്ല. ഓക്കെ, നമ്മൾ അതിനകത്തൊന്നും കിടക്കുന്നില്ല. പിന്നെ ഈ ഒരു സ്വിച്ചസിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച്, മോഡ് ചേഞ്ചിങ് സ്വിച്ച്, പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ, ഇഗ്നിഷൻ, ലെഫ്റ്റ് സൈഡിലായിട്ട് പാസ്, ഡിമം ബ്രൈറ്റ്, ഐ ബട്ടൺ, പിന്നെ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. അപ്പോൾ അത്രയാണ് നമുക്ക് സ്വിച്ചസിൻ്റെ പോർഷനിൽ വരുന്നത്. ഇനി നമുക്ക് മീറ്ററിൻ്റെ പോർഷനിലോട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് മീറ്ററിൻ്റെ പോർഷനിൽ വരുന്നതിന് മുമ്പ് ഈ ഹാൻഡിൽ ബാറിൻ്റെ പോർഷൻ നോക്കാം. സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ സെൻറ്റർ പോർഷനിൽ കുറച്ച് തിക്നെസ് കൂട്ടി ആൻഡ് സൈഡ് പോർഷൻസിലെല്ലാം കുറച്ച് തിക്നെസ് കുറച്ച രീതിയിലാണ് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഡിസൈനിങ് നൽകിയിട്ടുള്ളത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചുകൂടി ആ ഒരു വെയിറ്റ് റേഷ്യോ കൺട്രോൾ ചെയ്യുന്നതിൽ നല്ല രീതിയിലുള്ള റൈഡിങ് കംഫർട്ടെല്ലാം നമുക്ക് ഈ ഒരു ഹാൻഡിൽ പോർഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത്തിരിയോടെയും നമുക്ക് ആ ഒരു ഫ്ലിക്കറിങ് ചെയ്ത് എടുത്തു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഹാൻഡിൽ സെറ്റപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി മീറ്ററിൻ്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മീറ്റർ കൺസോൾ തന്നെയാണ്. TVS ആവശ്യത്തിന് കൂടുതലുള്ള ഫീച്ചേഴ്സ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് റൈഡിംഗ് മോഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, അർബൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് റൈഡ് മോഡ്സിൻ്റെ ഇൻഡിക്കേഷൻസ് ഇവിടെ വരും. അതുപോലെ തന്നെ ആവറേജ് സ്പീഡ്, സ്പീഡോമീറ്റർ, ടൈം, ഫ്യൂൽ ഇൻഡിക്കേഷൻ, ടാക്കോമീറ്റർ, ഇവിടെയായിട്ട് നമുക്ക് ഓഡോമീറ്റർ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ബ്ലൂടൂത്ത് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് നോർമലി വരുന്ന പോലെ തന്നെ ടോപ്പ് സ്പീഡ് ഉണ്ട്, അതുപോലെ
ലാപ്പ് ടൈമർ മോഡ് ഉണ്ട്, ഹൈ സ്പീഡ് എത്രയാണെന്നുണ്ട്, പിന്നെ 0 to 60 എത്തുവാൻ എത്ര സെക്കൻഡ്സ് എടുത്തു എന്നുള്ളത് വരുന്നുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് അതിനകത്തോടെയാണ് 10/10 നാവിഗേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻ വരുന്നതാണ്. സോ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തുള്ള മീറ്റർ കൺസോൾ തന്നെയാണ്. ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് സ്മാർട്ട് എക്സ് കണക്ട് എന്ന ടി വിസിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് പറ്റുന്നതായിരിക്കും. പിന്നെ ഇവിടെയായിട്ട് ABS ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ എഞ്ചിൻ വാർണിംഗ്, ന്യൂട്രൽ, ലോ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഈ ഒരു ലൈനപ്പിലാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ രണ്ടിടത്തായിട്ട് നമുക്ക് സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് RPM ലിമിറ്റ് ഇൻഡിക്കേഷനും നമുക്ക് മേളിലായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയാണ് ആ ഒരു മീറ്റർ കൺസോളിൻ്റെ പോർഷനിൽ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് സീറ്റ് ഹൈറ്റ് കാണിച്ചു തരാം. ഓക്കെ, അതെ, എനിക്ക് 2 കാലും ഹാഫ് പ്ലാന്റഡ് ഫുട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് 162 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഈസി ആയിട്ട് ഈ ഒരു വണ്ടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ലിഫ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ബാക്കോട്ട് എടുക്കുവാനോ യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 800 mm ആണ് നമുക്ക് ഈ സീറ്റ് ഹൈറ്റ് വരുന്നത്. 151 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12 liters ആണ് ഈ ഒരു മോഡൽ. ഓക്കെ, പിന്നെ മിറേഴ്സിൻ്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന സെയിം ടിപ്പിക്കൽ മിറേഴ്സ് തന്നെയാണ്, വേറെ ഡിസൈൻ വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യം നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സ് തന്നെയാണ്. കാരണം റയർ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മിററിൻ്റെ പോർഷനിൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിസൈൻ വലിയ കാര്യമില്ലെങ്കിലും പർപ്പസ് വെച്ച് നോക്കുമ്പോൾ 11 കൊള്ളാം. അതുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും മീറ്ററിൻ്റെ പോർഷനിൽ മിറേഴ്സിൻ്റെ പോർഷനിൽ എനിക്ക് തോന്നിയിട്ടില്ല. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു മോഡൽ എടുത്ത് പറയാനുള്ളത്. നമ്മൾ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമുക്ക് ഇതിനകത്ത് അസിസ്റ്റൻസ് സ്ലിപ്പർ ക്യാച്ച് ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് TVS RTR 200 4Vയുടെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഓൺ റോഡ് അറൗണ്ട് ഒരു 1,91,000 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് ആണ്, മേ ബി വേരി ആവാം. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. സോ ആ ഒരു പ്രൈസിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇറ്റ്സ് വാല്യൂ ഫോർ മണി. കാരണം ഫീച്ചർ വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും നമ്മുടെ സർവീസ് മെയിൻ്റെനൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി കുറേ പേർക്ക് ഡൗട്ട് ഉള്ളത് സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 200cc സെഗ്മെൻറ്റിൽ നിങ്ങൾ മോട്ടോർ സൈക്കിൾ നോക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റിൽ സർവീസ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റുന്നതാണ്. അതിന് ഒത്തിരി മെയിൻ്റെനൻസ് ഒന്നും ഈ ഒരു മോഡൽ വരുന്നില്ല കേട്ടോ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ്റെനൻസ് കോസ്റ്റാണ് 200 വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ കൺസേൺ ആവണ്ട. പിന്നെയും കുറേ വരാൻ ചാൻസ് കൂടുതൽ സർവീസ് സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ അത് ടിപ്പിക്കലി ഇപ്പോൾ TVS മാത്രമല്ല, മിക്ക കമ്പനീസിലും അത്യാവശ്യം വെളിവുള്ളവരെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല സർവീസ് സെൻറ്ററിൽ. കാരണം മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് TVSൻ്റെ സർവീസ് സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അത് ഷോറൂമുകാർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ഷോറൂമിൽ നിന്ന് അവരെ വിടാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു വണ്ടി സർവീസ് സെൻറ്ററിൽ, ഇപ്പോൾ വണ്ടിയല്ല ഏതൊരു ഇപ്പോൾ മൊബൈലാണെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ സർവീസ് സെൻറ്ററിൽ ഒരു വ്യക്തിനെ നിർത്തുന്നില്ല, ആ ഒരു ബ്രാൻഡിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കണം. ഇപ്പോൾ അവർ വേറെ ഇപ്പോൾ ഹോണ്ടയിൽ വർക്ക് ചെയ്ത ആളാണ്, എക്സ്പീരിയൻസ്ഡാണ്, 10 കൊല്ലം വർക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എല്ലാ കമ്പനീസിനും അവരുടേതായ ഒരു ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഓരോ സ്പെയർ പാർട്സ് ഇതിനകത്ത് വരുന്നു, അതിലെ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ അത് ഫിറ്റിങ്, അതിലെല്ലാത്തിലും കൺസേൺഡ് ആയിട്ട് നോക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സർവീസ് സെൻറ്റേഴ്സിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാം മാറും. ഇപ്പോൾ TVSലെ ഹയർ അതോറിറ്റിയിലുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനും. മിക്ക ഷോറൂമിലുള്ള മെക്കാനിക്സിനും പ്രോപ്പർ ട്രെയിനിങ് കിട്ടുന്നില്ല. അവർ വരുന്നു, നോർമലി ഉള്ള വണ്ടിയുടെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതുപോലെ ആ ഒരു ഏതാണോ അവിടുത്തെ ഒരു സർവീസ് ഹെഡ് പറയുന്ന ആ ഒരു രീതിയിൽ അവർ സർവീസ് ചെയ്ത് വിടുന്നു. അതുകൊണ്ടാണ് മിക്കയിടത്തും സർവീസ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് ഈ ഒരു ബ്രാൻഡിന് ഇപ്പോഴും വന്നുകൊണ്ട്, ഈ ബ്രാൻഡ് എന്നല്ല മിക്ക ബ്രാൻഡ്സിനും മിക്ക സർവീസ് സെൻറ്റേഴ്സിലും ഇഷ്യൂസ് വരുന്നത് അതുകൊണ്ടാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഒരു കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സൺ ഇത് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിനൊരു ആക്ഷൻ എടുക്കുക. പ്രോപ്പറായിട്ട് സർവീസ് നിങ്ങൾ ടെക്നീഷ്യൻസിന് കൊടുക്കുക. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സർവീസിൻ്റെ ക്വാളിറ്റിയും കൂടി ഈ ഒരു കംപ്ലയിൻറ്റ്സ് കുറഞ്ഞു കൂടുതൽ സെയിൽസ് വരും. കുറേ ബ്രാൻഡ്സിന് ഇപ്പോഴും സെയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസിൻ്റെ ഒരു ആസ്പെക്റ്റ് വെച്ച് മാത്രമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പം നമുക്ക് പേഴ്സണലി ഒരാൾ പറഞ്ഞൊരു അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വീട്ടിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എനിക്ക് അറിയാവുന്ന സർവീസ് സെൻറ്റേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് സർവീസ് ചെയ്യുന്നുണ്ട്. അത് സർവീസ് മോശമായി ചെയ്യുന്ന ഒത്തിരിയേറെ സർവീസ് സെൻറ്റേഴ്സും എനിക്കറിയാം. അപ്പോൾ ഞാൻ ആരും ഇതിനകത്ത് പറഞ്ഞ് ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒത്തിരി വലിയ കോസ്റ്റ് ഒന്നും ഈ ഒരു മെയിൻ്റെനൻസിന് വരുന്നില്ല. അപ്പോൾ ആരൊക്കെ ഈ ഒരു മോഡൽ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു 100cc അല്ലെങ്കിൽ 110cc ഒക്കെ ഓടിച്ചൊരു വ്യക്തിയാണ്, അത്യാവശ്യം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു 200cc അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് രീതിയിലാണ് ഈ ഒരു എഞ്ചിൻ വന്നിട്ടുള്ളത്, അതുപോലെ ബ്രേക്കിങ്ങും എല്ലാം നൽകിയിട്ടുള്ളത്. സോ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് 200cc എനിക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു മോഡൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സിറ്റി റൈഡാണ്, അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ട്രിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ ടെറൈൻസിനും കൊണ്ടുപോകാൻ പറ്റും
പറ്റുന്ന മോഡൽ എന്ന് വെച്ചാൽ അഡ്വഞ്ചറിനെ അല്ല ഞാനിത് കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ടെറൈൻസിലും കൊണ്ടു കിടക്കാം, നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും, ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജും കിട്ടുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് RTR 200 4V. സോ ഇപ്പം ഞാനൊരു 7 years ആയിട്ട് TVSൻ്റെ തന്നെ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ബ്രാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. സർവീസ് സെൻറ്റേഴ്സിൻ്റെ കേസിൽ കുറേയേറെ ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആണ്. അത് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് റിവ്യൂ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അറൗണ്ട് ഒരു 90,000 കിലോമീറ്റർ ആയി ആ ഒരു വണ്ടി. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 35 to 40 ഇടയിൽ ഒരു ഡീസൻറ്റ് മൈലേജ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും, ഒരു ഡീസൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. വൺ മോർ തിങ്, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പല ഷോറൂംസിലും വണ്ടികൾ ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഡീഗ്രേഡിങ് ആയിട്ട് വരുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ നോക്കി, അതുപോലെ വാച്ചിങ് ഒക്കെ നോക്കിയിട്ട് അവർ പറയും ഇത്ര നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ എന്നുള്ള ലെവലിൽ ഇപ്പം നമുക്ക് റിവ്യൂവിന് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പല ബ്രാൻഡ്സും നമ്മളെ തഴഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേയേറെ പേർ കമൻറ്റ് ചെയ്യുന്ന വണ്ടികൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൈലബിലിറ്റി കിട്ടുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ബോധിപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ. ബൈ.